നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി. നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുക എന്നുള്ള ബോധം എനിക്കും നമുക്കും വേണം. ലോകം എന്തും പറയട്ടെ, ലോകം എന്തും പറഞ്ഞട്ടെ, ഒരു വ്യക്തിക്ക് ഹിതമല്ലാതെ നമ്മൾ അദ്ദേഹത്തെ തെറ്റി ചൂണ്ടിക്കാണിച്ചാൽ അദ്ദേഹം പറയുന്നത് വേറെ ആയിരിക്കും. അതൊന്നും അതിൽ കാണുന്ന, അറിയുന്ന, ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അതാണ് എൻ്റെ കർത്താവ്. എന്നെ അവൻ തിരഞ്ഞെടുത്തു, നമ്മളെ തിരഞ്ഞെടുത്തു, നാം അവനെ തിരഞ്ഞെടുത്താൽ നാം അവനെ തിരഞ്ഞെടുത്താൽ ഇന്ന് ഒരു നല്ല റിപ്പബ്ലിക് ദിനം കൊണ്ട് കൂടിയാണ്. ലോകത്തിലുള്ള സർവ മനുഷ്യവർഗം ഐക്യത്തിൽ ഒന്നായി സത്യത്തിൽ നിലനിർത്തുവാൻ വേണ്ടി രാഷ്ട്രബോധ ചിന്തകൾ പടുത്തുയർത്തിയത് ക്രൈസ്തവ സഭ എന്തുകൊണ്ട് എന്നെ ദൈവം വിളിച്ചാക്കി വച്ചിരിക്കുന്ന സ്ഥാനമാണ് എന്ന ഒരു ചിന്ത ഇല്ലാത്ത എന്തുകൊണ്ട് ഒരു ഇടവ് കൂട്ടായ്മ പള്ളി ആരാധന നടക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നമ്മുടെ ആരെങ്കിലും അതുപോലെ അവന്റെ തിരഞ്ഞെടുപ്പും വിളിയും വലുതാണ്. അവൻ നമ്മെ വിളിച്ച് വിളിക്കനുസൃതമായി നമുക്ക് അവന്റെ സന്നിധി നിലനിർത്തും. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? നാം പോയി ഫലം കായ്ക്കണം, നാം പോയി ഫലം കായ്ക്കണം. നമ്മുടെ സഭ കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭം വരെ കൂടെ നല്ല മനോഹരമായ അത്യുണ്ടായിരുന്നു, നല്ല ഫലമുണ്ടായിരുന്നു. അതിനുശേഷം സഭ ജോസ് മാർക്കേഴ്സിന്റെ കാലത്ത് നമ്മൾ എല്ലാവരും ചേർന്ന് നട്ടുവെച്ചതാണ്. അത് ഫലകാര്യം നമ്മൾ നട്ടുവയ്ക്കുന്ന ഫലകാര്യം ദൈവം നമ്മൾ നട്ടുവെച്ചിരിക്കുകയാണ്. അതൊരു സ്ഥാനങ്ങളിൽ ഒരു തറവാട്ടിൽ നിന്നും അടുത്തൊരു പറമ്പിലേക്ക് വീട് വെച്ച് അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പറിച്ചു നട്ടുകയാണ്. നമ്മൾ കൃഷി കണ്ടിട്ടില്ലേ? നമ്മൾ കൃഷി കണ്ടിട്ടുള്ളവരാണ്. ഞാനായി തന്നെ നിന്നുകൊണ്ട് അത് നമ്മൾ പോയി അങ്ങ് കിട്ടത്തില്ല. അവനെ കുറച്ചു ദൈവം കുറച്ചു നട്ടിരിക്കുന്ന സ്ഥാനത്താണ് നായിപ്പോൾ ആയിരിക്കും പറഞ്ഞത്. ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 17-ാമത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുക. സ്നേഹത്തിൽ നിന്ന് അപ്പുറത്ത് യാതൊരു ക്രിസ്തു ജീവിതമില്ല. അത് കർത്താവ് നമ്മെ തെളിയിച്ച് കാണിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ജീവൻ കൊടുത്ത് നമ്മെ സ്നേഹിച്ച് നമ്മെ തിരഞ്ഞെടുത്താണ് നമ്മുടെ കർത്താവ്. ദൈവത്തെ ഞാൻ പറയുന്നു. ഞാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു വചനം ബേസ് ചെയ്ത്
പ്രസംഗിക്കാമെന്ന് ഞാൻ കരുതി. അപ്പൊ ഞാൻ ഈ സുവിശേഷയുടെ ഭാഗത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, സ്നേഹിതന്മാർക്ക് ജീവനെ തന്ന ഒരു കർത്താവ്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരല്ല, കർത്താവിന്റെ സ്നേഹിതന്മാർ. മതത്തിന്റെ വളരെ പറയുന്നത് തൻ്റെ ജീവൻ തന്ന് നമ്മെ സ്നേഹിക്കുവാൻ കർത്താവിന് കഴിയും. അത് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ബുദ്ധിമുട്ടും. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ധന്യമായി തീരണമെങ്കിൽ ഒരേ ഒരു കാര്യം, എൻ്റെ കർത്താവ് എനിക്ക് പകരക്കാരനായ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് കാര്യമാണ്. ഞാൻ നമുക്ക് പലർക്കും അറിയാം. എന്നാൽ പൊതു നിരത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ കാലങ്ങൾ പോലെ ജീവിച്ചിട്ട് യേശു കർത്താവിനെ സംരക്ഷിതാവായി സ്വീകരിക്കാതെ സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നത് കൈവെക്കാൻ പറഞ്ഞ ആരും കൈ ഉയർത്തുകയില്ല. യേശുവിനെ സംരക്ഷണമായി സ്വീകരിക്കുന്ന ദൈവങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞ് കൈവെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൈവെക്കി ഹല്ലേലൂയ പറയും. അതിൻ്റെ ചോദിക്കുകയാണ്, യേശുവിനെ കർത്താവായി ജീവിതത്തിൽ കാലമായി അംഗീകരിക്കണം. വേറെ ഒരു ഉപാധിയില്ല സ്വർഗം പ്രാപിക്കുക. വെട്ടൊന്ന് മുറിയണ്ടേ. നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്. കർത്താവിന് ഒരേ ഒരു കാര്യം, ഇതുവരെയും 10-75 വയസ്സ് വെച്ചു ആയുസ് ആരോഗ്യം സുഖം തന്ന് കർത്താവിന്റെ വേലയിൽ 72 മുതൽ വ്യാപൃതനാണ്. 3 വർഷം ഗ്യാപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ വിടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ചെയ്തുവെങ്കിലും യേശു ഉള്ളതില്ലെങ്കിൽ ഈ ശുശ്രൂഷയെല്ലാം പൂജ്യമാണ്. അതുകൊണ്ട് ഒരു വെല്ലുവിളി നമ്മൾ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. എൻ്റെ കർത്താവിനായി ഞാൻ ഇന്ന് ജീവിക്കുന്നു. ഇനിയും എൻ്റെ കർത്താവിനായി ഞാൻ ജീവിക്കും. ഞാൻ ലോകത്തിനല്ല. ലോകമൊന്നും നമുക്ക് അനർത്ഥമല്ല, പ്രതിസന്ധിയല്ല, യാതൊന്നും തരികയില്ല. ഏറ്റവും പ്രതിസന്ധി മാത്രമേ ലോകത്തിന്റെ തരുള്ളൂ. എന്നാൽ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തു. ദൈവത്തിനുള്ളത് പ്രധാനപ്പെട്ട മൂല്യമായിരിക്കണം അത് കൊടുത്തിരിക്കുന്നത്. ക്രിസ്ത്യൻ വിശ്വാസികൾ, ദൈവ പൈതങ്ങളെ, എൻ്റെയും നമ്മുടെയും അന്തമെന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് മരണപ്പെട്ടാൽ എവിടെ പോകുന്നു? ഉത്തമ ബോധ്യമുണ്ടോ? തമാശാക്കല്ലേ? 66 പുസ്തകമുള്ള ഈ ബൈബിളിൽ പറയാത്ത ഒരു കാര്യം ഇന്ന് ലോകത്തിൽ നടക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമോ? ഏത് സത്യവചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദമാണ്. അത് മണലോട് ചേർക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ, ഈ പറയുന്നത് വിശ്വസിച്ച് അവന്റെ ദൈവമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ, നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയില്ലെങ്കിൽ നരകം മാത്രമാണ് പിരിയ. കാരണം അവന്റെ ജീവൻ തന്നത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തതാണ്. അത്
കാലം ചെയ്ത പീഡികളിച്ച് പറയുന്ന പോലെ കർത്താവ് ഗോൽഗോഥായ്ക്ക് വെടയുകയാണ്, മൂന്നാണിനെ വെടയാണ്. അത് കണ്ടിട്ട് പുറകിൽ നിന്ന് പോകുന്നവനെ പോലെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ചില പദങ്ങളാണ്. മറ്റുള്ളവരുടെ കാര്യം ചെയ്യുന്ന മറ്റുള്ളവരുടെയും വീഡിയോസിൻ്റെയൊക്കെയും വാക്കുകൾ എൻ്റെ മനസ്സിലാണ്. അവരോട് കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്നു. ഒരിക്കൽ ഞാൻ മരിച്ചവനായി, എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് പുതുജീവൻ തന്നതാണ്. ഞാൻ പുതുജീവൻ തന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അവരുടെ ബോധ്യം ചോദിച്ചു എൻ്റെ ആവശ്യം വഴി മരിക്കപ്പെട്ടവനായി ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ജീവൻ തന്നത് അവൻ മരണപ്പെട്ടു. ഒരു വാക്ക് പറയാതെ യേശുവിനെ അറ്റാൻ ചെയ്തു. നമ്മൾ ചെയ്യുന്ന തെറ്റിന് പകരമായി ചെയ്തു. അത് പൂർത്തീകരിച്ചു. അവൻ ആണ്ടികൊണ്ട് പൊളഞ്ഞത് എനിക്ക് നമുക്ക് വേണ്ടിയാണ്. അവന്റെ കൈകാലുകളുടെ ആണി കഴിച്ചത് എനിക്ക് നമുക്ക് വേണ്ടിയാണ്. ഇനി അറിയാം, ഇനി നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ ദൈവത്തിലേക്ക് അവസാനത്തുള്ള രക്തം വരെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുന്ന ഇതിനെ കുറിച്ച് രക്തം വരാൻ പോയെന്നാലും വീട്ടിന്റെ ഉള്ളിൽ അല്പം രക്തവും അല്പം വെള്ളവും അതുപോലെ നമുക്ക് വേണ്ടി വിട്ടിരുന്നു. മലയാളികളുടെ കുന്തമുണ്ട്, കുത്തുമുണ്ട്. യേശുവിനെ എടുക്കാം. കർത്താവ് രണ്ടാമത് വരവിന് വേണ്ടി ആ ദിവസം വരെ ജനിക്കുന്നവർ ചെയ്യുന്ന പാപത്തിന് പരിഹാരമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വിദൂരയായിട്ട് പാടുന്ന പാടുന്നുണ്ട്. നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് പാടുന്നുണ്ട്. നിങ്ങളുടെ സഭ നന്നായിട്ട് പാടുന്ന സഭ എനിക്കറിയാം. തീരുമാനത്തോടുകൂടെ ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. എപ്പോൾ നമ്മളിവിടെ മുന്നേറ്റത്തിൽ നമുക്കറിയില്ല. സംഭവങ്ങൾ ദൈവമക്കളെ ഞാൻ നിലനിർത്തട്ടെ. യേശു കർത്താവിൻ്റെ വരവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് പലതും പറഞ്ഞ് ബൈബിളിൽ അത് വളരെ ശക്തമായി രേഖപ്പെടുത്തി 98% തന്നെ നിരവധി കഴിഞ്ഞു. ഇനി 100ലേക്ക് കയറുവാൻ ഒന്നിന്റെ ചെറിയ കാര്യങ്ങളുള്ളൂ. സകലത്തിലും ദൈവത്തെ യേശു രക്ഷകനാണെന്ന് അറിയണം. സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അവസാനം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാമോ? ഞാൻ 2 മിനിറ്റ് എടുത്തോട്ടെ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യുദ്ധങ്ങളും യുദ്ധ ശുദ്ധികളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതെല്ലാം സർവ്വസാധാരണ നടക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതാണ്. കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയെയും ഇഞ്ചിഞ്ചായി കൊന്നു കളയുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതുമാണ് പോകുന്നത്. എൻ്റെ നമ്മുടെ നേരിൽ ആ വിരോധവാസം വന്ന നമ്മൾ എന്തായാലും യേശുവിനെ വേണ്ടിയോ പട്ടുകാരൻ പാടുന്നത് പ്രധാനമായ ഓടിയിൽ മാത്രം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു കഥ അറിയാം. ആ കഥ അതോടെ അതിൻ്റെ ഏറ്റവും മാത്രം പറഞ്ഞു. യേശുവിനെ തള്ളിപ്പറഞ്ഞു, ബൈബിളിനെ തള്ളിപ്പറഞ്ഞു.
ഇല്ലെങ്കിൽ നിന്റെ മക്കളെ മുന്നിൽ ഉപയോഗിച്ചു. എൻ്റെ യേശു രക്ഷിക്കുമ്പോൾ അപ്പനും അമ്മയും നെഞ്ചത്തെ കഴിച്ചു. ഒരു മുനെ കൊന്നു, രണ്ടാമത് ആവർത്തിച്ചു, രണ്ടാമത്തെ കൊന്നു, മൂന്നാമത് ആവർത്തിച്ചു, മൂന്നാമത്തെ കൊന്നു, നാലാമത് വന്ന് മക്കളെ താഴ്ത്തി. എൻ്റെ ഭാര്യ എനിക്ക് വേണം, എൻ്റെ വേശം വീട്ടിൽ കൊടുത്തില്ല, ഭാര്യയും വീടിയേക്ക് താഴ്ത്തി. എടാ നിനക്ക് എനിക്ക് നിൽക്കണം. അദ്ദേഹം പാടി പാട്ടാണ് യേശുവിൻ്റെ പ്രധാനമറിച്ചു. ഞാൻ പാടില്ല, ഞാൻ പിന്നില്ല. ഡിസൈഡ് എന്ന് പറയുന്ന ആ പാട്ട് യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിൻപേ പോകാനുറച്ചു, പിന്മാറില്ല ഞാൻ മാറില്ല. ഇതൊക്കെ പാടി കേൾപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ മണലാകാവുന്ന മരണമില്ലാത്ത നാട്ടിൽ കർത്താവിന്റെ സന്നിധിക്ക് അങ്ങനെ പ്രവേശിച്ചു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കാര്യമായി വ്യക്തമായി പറഞ്ഞു. വാദനം ശക്തിയോടെ കുലവും എമ്പാടും നിറവേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോഴും സുവിശേഷകർ കൊലയിലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ 10-20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നു, അവിടെ കിരാതമായി വരുന്നു. പക്ഷെ അവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി അവർ കൂടെ കർത്താവിന്റെ മഹത്വമായ ശുശ്രൂഷ അവിടെ എത്താൻ പോവുകയാണ്. ലോകത്തിലെല്ലായിടങ്ങളിലും കർത്താവിന്റെ വചനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കർത്താവിന്റെ വചനം എത്തും. നിങ്ങൾക്കറിയാം, മാധ്യമങ്ങളൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വിദേശത്ത് 10 ലക്ഷം ആള് മുസ്ലിംസാണ് ഒരൊറ്റ ദിവസം ഒരു തവണ കർത്താവിന്റെ സന്നിധിയിലേക്ക് കണ്ടു ക്രിസ്ത്യാനിയായിട്ട്. ആദ്യ വേഗം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു, സുവിശേഷകർ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ പ്രദേശത്തൊക്കെ ധാരാളം ആളുകളുണ്ട്. ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ഭാഷമാരുടെ കട്ടുപാടാണ്. ആ ഭാഗത്ത് രാജക്കാരുടെ രാജ്യമായി ആ പ്രദേശത്ത് ധാരാളമുണ്ട് ആളുകൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാനത് ഇന്നലെ കരുതുന്ന ഞാൻ മെച്ചാൽ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ സുവിശേഷകൻ പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോൾ ഇനിമേ ഹിന്ദി കുറച്ച് പഠിച്ചെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടുത്തെ ഹിന്ദിക്കാര് നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആളുകളായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശുവിനെ സ്വന്തം സ്വീകരിച്ച അനേക അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യാപകമായി യേശുവിന്റെ നാമം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രശ്നം സങ്കീർണമായി വരുന്നു. എന്താ സങ്കീർണം അറിയാമോ? ഈ അടുത്ത നാളില് കാണുന്ന നോട്ട് എന്ന് പറയുന്ന സാധനം ഇനി വേണ്ട. ഒരു ഭരണത്തിന് കീഴേ ലോകം വരിക. 666 മുൻകര കൈയിൽ ഏൽക്കാത്തവര് ഒരു പരിപാടി ചേർന്ന് ചരിക്കാൻ പറ്റില്ല. അതുപോലെ ക്രിമിനൽ സംഭവം വരുമ്പോൾ ഇട്ടുകൂടും. ഏതാ ക്രിസ്ത്യ സമൂഹം ഇട്ടുകൂടും. ഇന്ന് രാവിലെ 6:15 വന്ന് കട്ടിങ് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യൻ ക്രിസ്ത്യ സമൂഹത്തിൽ ഇറങ്ങുകയാണ്. ഇടുക്കി പള്ളിയുടെ മെമ്പറായ സച്ചിവൻ ഇറങ്ങിപ്പോയി. അയാൾ എങ്ങനെയും പിടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഞാൻ വണ്ടി വിളിച്ചിട്ട് യാത്ര ചെയ്തു. എന്താണ് സുവിശേഷത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാക്ഷിയായി ജീവിച്ച്
അവനെ മഹത്വപ്പെടുത്താൻ എനിക്ക് നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് വിശ്വസിക്കുക. അനേകം വാക്കുകൾ എനിക്ക് പറയുന്നുണ്ട്. യോഹന്നാന്റെ 14 പറയുന്നത് സ്വന്തം കുമാരൻ നമുക്ക് നൽകിയിട്ടില്ല. നമ്മുടെ കുടുംബത്തിലെ ആളുകളെ കർത്താവ് നൽകിക്കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ദൈവം അനുഭവിക്കുന്നത്. എനിക്ക് കേട്ടതിൽ തന്നെ സഹായമാവുകയാണ്. അത് ഞാൻ ജീവിതത്തിലൊക്കെയും സന്തോഷത്തോടുകൂടെ കൈകാര്യം. എന്നാൽ അതിലുപരി എൻ്റെ കർത്താവ് പെട്ടെന്ന് വരും. എൻ്റെ കർത്താവ് മന്നനാണ്. ഈ പ്രതിസന്ധികളെല്ലാം ഇങ്ങനെ ആഞ്ഞടിച്ചു വരുമ്പോൾ മധ്യാകാശത്തിൽ ശബ്ദമുണ്ടാകും, കാഹളം ധ്വനിക്കും. ഇവിടെ കയറി വരുന്നൊരു ശബ്ദം കൂടെ ഉണ്ടാകും. അപ്പോൾ ദൈവമക്കൾ പറഞ്ഞു വരുവാൻ ഇന്ന് ഒരുങ്ങിയിരുന്നു. ഇനി ഒരുങ്ങാൻ സമയം എപ്പോൾ കിട്ടും നമുക്ക് അറിയില്ല. പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കൊക്കെ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാനിന്ന് നോട്ടീസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിതെപ്പോൾ തീർന്നു എനിക്ക് അറിഞ്ഞില്ലെന്ന് പ്രശ്നമൊക്കെ ഞാൻ നന്നായിട്ട് ചിന്തിച്ചു. ഞാൻ ചിന്തിച്ചു, എല്ലാവരും ചിന്തിച്ചു. ഇത്രയൊക്കെ കൂടെ നമ്മുടെ ആയുസ് എന്നൊരു ചിന്ത എൻ്റെ ജനത്തിൽ വന്നു. പ്രായമുള്ള ഒരു വിഷയമല്ല മരണത്തിന്. മരണം വ്യക്തമാണ്. അതിനു മുമ്പ് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടാവും. നിങ്ങളെ വിളിച്ചത് എന്നെ ഈ സത്യം കേൾക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഭയെ നീണ്ടും ഇടവരുകയും എൻ്റെ ചിന്തയ്ക്ക് ഞാൻ 3ാമത്തെ പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുകയായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പിതാക്കന്മാര്, ഞാൻ 1.5 മണിക്കൂർ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന് ശേഷം ആമേൻ പറയുന്ന പിതാക്കന്മാർ, കമ്മിറ്റിക്കാരെ, കൈക്കാരന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്നത്, സ്വശാമ അതറിയാം, അങ്ങനത്തെ കുടുംബാംഗങ്ങളറിയാം, തങ്കച്ചാരറിയാം, അവരെല്ലാവരും 1.5 മണിക്കൂർ പ്രസംഗിക്കുമായിരുന്നു. അച്ഛനെ ജീവിതത്തിൽ തന്നപ്പോൾ അച്ഛനെ നിർത്തി ക്ഷമിക്കണം, ഈശ്വരനെ പോവുകയാണ്. എപ്പോഴും ഒരു നന്ദില്ല. 2 കാര്യങ്ങളൊന്നും നിശ്ചയമില്ല. പല കാര്യങ്ങളും നിശ്ചയമുണ്ട്. ചേരിയാർക്ക് പോകണമെങ്കിൽ വണ്ടി കൊണ്ട് സ്ഥലത്ത് കിട്ടുന്നു, നമുക്ക് നിശ്ചയമുണ്ട്. ഉടുമ്പൻചോലയ്ക്ക് പോകണമെങ്കിൽ ആ വണ്ടി കയറിയാൽ നമുക്ക് നിശ്ചയമുണ്ട്. പോവുകയാണെങ്കിൽ നമുക്ക് നിശ്ചയമുണ്ട്. നമ്മുടെ മരണം അറിയില്ല, നമ്മുടെ കർത്താവ് പോയാൽ എപ്പോഴാണെന്ന് നിശ്ചയില്ല. ഒരു മനുഷ്യൻ പേടിക്കേണ്ട, മരണമുണ്ട്. മരിച്ചില്ലെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷനാണ്. അവിടെ എതിരേൽപ്പാൻ ഒരുക്കുക. നെടുങ്കണ്ട ഇടവകയെ നിന്റെ ദൈവത്തിന് എതിരേൽപ്പാൻ ഒരുക്കുക. യുവജനങ്ങളാ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ വിളിച്ച് എന്നെ സ്നേഹിച്ച ഈ ഇടവകയോട്, ഇടപെട്ടായ്മയോട്, എൻ്റെ സ്വന്തത്തോട്, എൻ്റെ പ്രിയപ്പെട്ട ഷാരിയ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം